ഭാമേ, നീ പോയി എല്ലാരെയും വിളിച്ചോണ്ട് വാ. എന്തിനാമ്മേ? എല്ലാരുമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അത് സംസാരിക്കുമ്പോ നീ കേട്ടാ പോരെ? മതി. എന്തായാലും നിനക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. ശരി. ഇനി വസ്തു ഭാഗം വയ്ക്കുന്നതിന്റെ കാര്യമായിരിക്കോ? മായേച്ചി, വാ സേതുട്ടാ, വേഗം വാ. ഭരതേ, ഓ എടങ്ങ് വാ. എന്തായാലും നമ്മ പറഞ്ഞില്ലേ? ഇല്ല, എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. എന്താ? വാ. അപ്പോ അമ്മ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. മിക്കവാറും വസ്തുവിന്റെ ഷെയറിനെ കുറിച്ചായിരിക്കും. വാ. ആഹാ, നിങ്ങൾ നേരത്തെ എത്തിയോ? അബി വന്നില്ലേ? ഇല്ല, കണ്ടില്ല. നിങ്ങൾ എവിടെ ഇരിക്കേ, ഞാൻ പോയി അബിയെ വിളിച്ചിട്ട് വരാം. അബി. ഭാവന, എന്തിനാ അമ്മ എല്ലാരെയും വിളിക്കാൻ പറഞ്ഞേ? അറിയില്ല മായേച്ചി, ഭാമയാ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. എന്നാലും എന്തിനാവും? വാ അബി. ദേ അമ്മേ, അമ്മ ആവശ്യപ്പെട്ട പോലെ എല്ലാവരും ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടേ. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിന്നെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അമ്മേ, എന്താ അമ്മേ പെട്ടെന്ന് എല്ലാരും വിളിക്കാൻ പറഞ്ഞേ? എന്തോ തക്കതായ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ പറയാം. അമ്മ വസ്തുവിന്റെ ഷെയറിനെ കുറിച്ച് പറയാനാവും എല്ലാരെയും ഒരുമിച്ച് വിളിച്ചത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. എന്ന് സംശയിക്കണ്ട, അക്കാര്യം പറയാൻ തന്നെയാ വിളിപ്പിച്ചത്. കണ്ടോ? രമേശന്റെ ഏർപ്പാടിൽ വന്നവർക്ക് വസ്തു ഇഷ്ടപ്പെട്ടു, വിലയും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട തുകയ്ക്കാണ് അവർ വസ്തു വാങ്ങുന്നതും. അതിന്റെ അഡ്വാൻസ് 2 ദിവസത്തിനുള്ളിൽ നടക്കും. എനിക്കറിയാം നിങ്ങളെല്ലാരും വലിയ പ്രതീക്ഷയിലാണെന്ന്. ഓരോരുത്തർക്കും തുല്യമായിട്ട് വീതിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതല്ലെങ്കിൽ അമ്മ ഇപ്പൊ അങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ കാശ് കിട്ടിയാൽ ഉടനെ ഞാൻ ആർക്കും ഷെയർ തരില്ല. കാരണം ബാനുവിന്റെ വിവാഹം, അതാണ് എന്റെ അടുത്ത ലക്ഷ്യം. ഭാനുവിന്റെ വിവാഹവും കൂടെ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് കിട്ടിയ വസ്തുവിന്റെ വിഹിതം നിങ്ങൾക്കും തരൂ. അതുവരെ എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതിന് എന്നാണമ്മേ? ഇപ്പൊ തന്നെ ഞങ്ങളെല്ലാം എന്തൊക്കെ കണക്ക് കൂട്ടലാണെന്ന് അറിയോ? കണക്ക് കൂട്ടണ്ടെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. എപ്പോഴാണെങ്കിലും ഭാനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഭാഗം വെപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാരും നിങ്ങളുടെ കാര്യം നോക്കി പോവുകയും ചെയ്യും. പിന്നെ സമയത്തിന് എനിക്ക് ആരെയും കിട്ടൂല. ആദ്യം ഭാനുവിന്റെ മനസ്സൊക്കെ ഒന്ന് നേരെ ആവട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ആന്റി പറഞ്ഞ കാര്യത്തോട് ഞാനും യോജിക്കുന്നു. എനിക്കും ഇതേ അഭിപ്രായം തന്നെയാ അമ്മയുള്ളത്. എന്നാ പിന്നെ ഞങ്ങൾ എന്തു പറയാനാ അമ്മേ? അമ്മ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ.
അമ്മേ സേതുവായിട്ട് ഇപ്പൊ തന്നെ 4-5 വീട് നോക്കിയിരിക്കുക. അതിനെന്താ അവര് നോക്കിക്കോട്ടെ. ചെറിയൊരു അഡ്വാൻസ് കൊടുത്താൽ അത് അവിടെ തന്നെ കിടന്നോളൂല്ലോ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനാ ഞാൻ വിളിപ്പിച്ചതും. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് തന്നെ ബാനുവിനെ കൊണ്ടൊരു കംപ്ലൈൻറ്റ് കൊടുപ്പിക്കാൻ പോവാം. അല്ലാതെ ഇനിയൊരു പരീക്ഷണം വേണ്ട. ആരാ ഇതിന് പിന്നിലെന്ന് അറിയണമല്ലോ. കംപ്ലൈന്റ് കൊടുക്കാൻ വരട്ടെ പരത്. നമുക്ക് അർജുനെ ഒന്ന് കാണണം. അർജുനോട് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കണം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. അത് കൊള്ളേട്ടാ. അർജുനേട്ടന് ACP ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ACP കാണാൻ വേണ്ടി അർജുനേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ഭരത്തും കൂടി വാ, നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ശരിയേട്ടാ. അതെ, അർജുനോട് ഞങ്ങൾ സംസാരിച്ചിട്ട് അർജുൻ പറയുന്ന പോലെ ചെയ്യാം. ഭാനു ഓക്കെ അല്ലേ? ഓക്കെ ആണ് ഏട്ടാ. എനിക്കും അറിയണം ആരേത് ചെയ്തതെന്ന്. ധൈര്യമായിട്ടിരിക്കുക ഭരത്തെ. ഞങ്ങളിത് ഇറങ്ങുന്നു. ഒരു 10 മിനിറ്റ്. ആ വാ. വാ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല.